ആളെങ്ങനെ ജാടയൊക്കെ ഉണ്ടോ? പാവാണല്ലേ? ആളെങ്ങനെ ജാടയൊക്കെ ഉണ്ടോ? പാവാണല്ലേ? എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ വന്നിട്ടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടിപൊളി ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു പൈതൃക സെറ്റപ്പാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ബസ് പോകുന്നതും പണ്ടൊക്കെ അത് കൂടെ തന്നെ വരും ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡൊക്കെ വിപുലീകരിച്ചു, അടിപൊളിയായിട്ടുണ്ട്. ഇത് രാജപ്രഭ ഇല്ലാത്ത ബസ് സ്റ്റാൻഡ് നമുക്ക് ഒറ്റപ്പാലത്ത് ഒരു സമയത്തും കാണാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ മാറ്റർ അതല്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് ഹൈവേയിലേക്ക് കുറച്ച് ഉള്ളേരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയാം. മറ്റൊന്നുമല്ല, നമ്മൾ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിലെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിന് നല്ല ഫാൻസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അയ്യപ്പൻ വിളക്കുമായി ബന്ധപ്പെട്ട് വെച്ച പോസ്റ്ററിലൊക്കെ അയ്യപ്പന് പകരം ഉണ്ണി മുകുന്ദനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഗൈസ്, നമ്മളപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോന്നിട്ടാണ് വീട്. ഏകദേശം ആ സ്ഥലം എത്തിയിട്ട് നമുക്ക് നോക്കാം. ഇതേ മതിൽ സ്റ്റാർട്ട് ചെയ്യണം. സാധാരണക്കാർക്ക് താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. തൊട്ടടുത്ത വീട് നോക്കി, ഉണ്ണിമൂലൻ്റെ തൊട്ടടുത്ത വീടാണ്. അത് കഴിഞ്ഞാൽ ഒരു കവാടം, ഇവിടെയുമുണ്ട് ഒരു ബെല്ല്, ഒരു ചെറിയ ഗേറ്റ്, അത് കഴിഞ്ഞൊരു വലിയ ഗേറ്റ്. അപ്പോൾ ഇതാണ് ഉണ്ണിമൂലൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഒരു സാധാരണ ഏരിയ കേട്ടോ. സാധാരണക്കാരും എല്ലാവരും താമസിക്കുന്ന ഒരു ഏരിയ. ഈ ഗേറ്റിൻ്റെ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഗാർഡൻ കാണാം. ഇതാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ വീടിൻ്റെ ഒരു മുൻവശം ആയിട്ടുള്ളത്. അപ്പോൾ വലിയ വീടാണ്. വീടിൻ്റെ മുൻവശത്തിൽ നിന്ന് ബാക്ക് വശത്തേക്ക് നമ്മൾ വേറെ ഒരു ഏകദേശം ഒരു 100-200 മീറ്ററോളം റോഡ് ചുറ്റി വേണം പോവാൻ. ഡയറക്റ്റ് പോകാൻ കഴിയില്ല. അപ്പോൾ മുൻഭാഗത്ത് ടൈലൊക്കെ വിരിച്ച് നല്ല അടിപൊളി സ്റ്റൈലൻ വെയിലൊക്കെ കെട്ടി അടിപൊളി ഗാർഡനൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. നല്ല രസമാണ് കാണാൻ. നല്ല പച്ചപ്പുള്ളൊരു ഏരിയയാണ്. ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തെങ്ങുകളൊക്കെ ഉണ്ട്. ചെറിയ തെങ്ങ്, വലിയ തെങ്ങ്, എല്ലാ തെങ്ങുകളും, അതുപോലെ തന്നെ മൂച്ചി, അതുപോലെ മാവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട്. നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. കാരണം ഉള്ളിലേക്ക് ആവുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവരുടെ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനും അമ്മയും ആണ് താമസം. പെങ്ങളുടെ മകളും ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് ഉണ്ണിമുകുന്ദൻ്റെ പഴയ ആദ്യമായിട്ടൊക്കെ വാങ്ങിയതാണെന്ന് തോന്നുന്നു. ഒരു പൾസർ ബൈക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അവസ്ഥ. ഒരു ചെറിയ ഔട്ട്ഡോർ, അതെന്താ പറയുക, ഔട്ട് ഹൗസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സംഗതി ഫ്രണ്ടിൽ കാണാനുണ്ട്. പിന്നെ ഒരു വണ്ടി കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ, മുൻവശത്ത് ഗേറ്റിൽ തന്നെ ഒരു ബെല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. കോളിംഗ് ബെല്ലാണ്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആരാ ഉള്ളിലുള്ളതെങ്കിൽ പുറത്തേക്ക് വരുമെന്നാണ് ഇവിടുത്തെ ഒരു രീതി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബെല്ലടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛൻ മുകുന്ദൻ വന്നു കേട്ടോ പുറത്തേക്ക്. നമ്മളായിട്ട് കുറേ സംസാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മളേ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു കേട്ടോ. അച്ഛൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, അവർക്ക് ചാനലിൽ വരാനും റെക്കോർഡിൽ വരാനും വീഡിയോയിൽ വരാനും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അവർ അഹമ്മദാബാദിലായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്നത്. ഇതിപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് ആകെ 10 വർഷമായിട്ടുള്ളൂ. ഉണ്ണിമുകുന്ദൻ സിനിമയിലേക്ക് വന്നിട്ട് ഏകദേശം 14 വർഷത്തോളമായി എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണ്ടേ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് ചിരിക്കുകയൊക്കെ ഉണ്ടായി. നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചാനൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കയറ്റി കഴിഞ്ഞാൽ അടുത്ത ആളുകളും ഇതേപോലെ ഈ ചാനൽ കണ്ടിട്ട് വരും. അപ്പോൾ അവർക്കും നമ്മൾ ഇത്തരത്തിലൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഭാവിയിലൊരു ബുദ്ധിമുട്ടാവും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി അത് ശരിയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടിട്ട് നമ്മൾ വീടൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര്
ഞാൻ പറഞ്ഞുതരാം. ഭാര്യയുടെ പേര്, അതായത് ഉണ്ണിമൂന്നൻ്റെ അമ്മയുടെ പേര് റോജി എന്നാണ്. ചേച്ചിയുടെ പേര് കാർത്തിക. അപ്പോൾ അവരൊക്കെ ഇവിടെ താമസം ഉണ്ടായിരുന്നു. കാർത്തിക കല്യാണം കഴിഞ്ഞിട്ട് പുറത്താണ്, അഹമ്മദാബാദ്, ഗുജറാത്ത് അവിടെയാണ്. ഇപ്പോൾ മകളുടെ പേരക്കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഫാമിലി പശ്ചാത്തലം. ഇടയ്ക്കിടയ്ക്ക് ആൾ ഇവിടെ വരാറുണ്ടെന്നും ആണ് പറഞ്ഞത്. അച്ഛൻ്റെ പേര് മുകുന്ദൻ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അമ്മയുടെ പേര് റോജി, അതുപോലെ കാർത്തിക ആണ് അവരുടെ മകൾ, അതായത് ഉണ്ണിമുകുന്ദൻ്റെ ചേച്ചി. അങ്ങനെയൊക്കെയാണ് ഫാമിലി പശ്ചാത്തലം. ഇവരിവിടെ വീഡിയോയിലൊക്കെ വരാതിരിക്കാനുള്ള പ്രധാന കാരണം ഇവരൊരു പ്രൈവസി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ്, മറ്റൊന്നുമല്ല. അവർ ഇങ്ങനെ ഉള്ളേരിയയിൽ താമസിക്കുന്നത് തന്നെ ഫാമിലി കുറച്ച് പ്രൈവസി ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർ അച്ഛൻ പറഞ്ഞു മുകുന്ദൻ എന്നാണ് അവരുടെ പേര് പറഞ്ഞത്. നിങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കോ, എറണാകുളത്ത് തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ ഉണ്ണിമുകുന്ദന് വീടുണ്ട്, പുതിയ വീട് അവിടെ വേറെ പണിയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പോയിട്ട് എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഇവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ലൈഫ് കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ സിനിമയും മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഷൂട്ടിങ്ങൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, വേറൊന്നും വിചാരിക്കരുത് എന്നൊക്കെ ഇവർ പറഞ്ഞു. എന്തായാലും നല്ല ഒരു മാന്യനായ അടിപൊളി ആൾ മുകുന്ദൻ. താങ്ക് യു. ഈ ഉണ്ണിമുകുന്ദൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീടാട്ടത്, മുൻവശത്തുള്ള തൊട്ടടുത്ത വീട്. പിന്നെ ഇതേ നമ്മളിതേ പുറകു വശത്തേക്ക് അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ണിമുകുന്ദൻ്റെ വീടല്ല. അപ്പോൾ അടുക്കള ഭാഗത്ത് ഒരു വലിയ പറമ്പാണ്. അപ്പോൾ അത് ഈ വഴി ഇങ്ങനെ പോയി ഇത് അവരുടെ ഒരു തോട്ടമാണ്. ഇങ്ങനെ പോയിട്ടാണ് വീടിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോവുക. അപ്പോൾ അവിടെയും ഇതേപോലെ ഒരു പടിപ്പുരയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇങ്ങനെ കുറച്ച് പോവാണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പോകുന്നതും ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ വിചാരിക്കും ഇതാണ് ഉണ്ണിമുകുന്ദൻ്റെ വീടിൻ്റെ മുൻവശം എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഈ പോകുന്നത് നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ മുൻവശം കണ്ടു, അതിന് ശേഷം ഈ അടുക്കള ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ സൈഡ് ഭാഗത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പുള്ള തൊടിയും മുറ്റൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊരു അടുക്കള പച്ചക്കറി തോട്ടം ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പച്ചക്കറിയും അതുപോലെ തന്നെ വൃക്ഷങ്ങളും അങ്ങനെ പൂച്ചെടികളും എല്ലാം നല്ല രീതിയിൽ നോക്കി വളർത്തുന്ന ഒരു അടിപൊളി ചക്ക. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നുള്ള രീതിയിലാണ് വേരിലേക്ക് എത്തിയത്. അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. അടുക്കള ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നും മുൻവശമാണ് എന്ന്. കാരണം ഗേറ്റിൽ പേരും ഇതേ ഇവിടെയുണ്ട്, മാസ്റ്റർ പീസായിട്ടുള്ള കോളിംഗ് ബെല്ല്. അപ്പോൾ ആ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പുറത്ത് ആരാ ഉള്ളിൽ വിളിച്ചെങ്കിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. വന്നു, വെറുതെ പറയല്ല, അങ്ങനെ വന്നു. ഗംഭീര 2 നായക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ബിവെയർ ഓഫ് ഡോഗ് എന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അത് നായക്കൂടാണ്. അപ്പോൾ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ നമ്മുടെ ബെല്ല്. ഈ ബെല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ണിമുകുന്ദൻ്റെ വരുമെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ ഈ മുകുന്ദൻ അവരച്ഛൻ്റെ പേരൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അത് കണ്ടാലും നമുക്ക് തോന്നും ഇതൊരു മുൻവശമാണെന്ന്, പക്ഷേ ഇത് അടുക്കള ഭാഗമാണ്. അത് പറഞ്ഞു തന്നത് ഇവിടുത്തെ ചേച്ചി കേട്ടോ. ഒരു ചേച്ചി ഇപ്പോൾ വരും, കാണിച്ചു തരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്കും തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ ഉള്ള ഒരു കാർ പോർച്ചും മറ്റ് വണ്ടികളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഉണ്ണിമുകുന്ദൻ്റെ ആ വലിയ വണ്ടി ഈ ഗേറ്റിൽ കൂടെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തു കൂടെ മാത്രമേ റേഞ്ച് റോവർ വരാറുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കി ചെറിയ വണ്ടികളൊക്കെയാണ് നമ്മളിപ്പോൾ വന്ന ഈ അടുക്കള ഭാഗത്ത് ഈ ഗേറ്റിലൂടെ വണ്ടി ഉള്ളിലേക്ക് കയറും. സോളാർ പാനലും മറ്റൊക്കെ പിടിപ്പിച്ചിട്ടാണ് വീട്ടിലെ വൈദ്യുതിയൊക്കെ ഉപയോഗിക്കുന്നത് തോന്നുന്നു. നല്ല അടിപൊളി ഫ്ലവറൊക്കെ വെച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. വഴിയോരങ്ങളൊക്കെ നല്ല പച്ചപ്പും പൂക്കളാൽ സമൃദ്ധമൊക്കെയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഈ വീട്ടിലിപ്പോൾ നിലവിൽ അച്ഛനും അമ്മയുമാണ് താമസം. അപ്പോൾ അതിൻ്റേതായൊരു അച്ചടക്കം ഉള്ളൊരു എന്താ പറയുക, പ്രൈവസിയൊക്കെ വീടിനുമുണ്ട് പരിസരത്തിനുമുണ്ട്. അപ്പോൾ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അടിപൊളി വീടാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ച് ഉള്ളിലേക്കായിട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള അതിഗംഭീര സ്ഥലം. അപ്പോൾ ഇവരുടെ അടുക്കള പച്ചക്കറി തോട്ടമാണ് കേട്ടത്. ഇതിൽ കവുങ്ങുണ്ട്, അതുപോലെ വാഴയുണ്ട്, വഴുതനങ്ങയുണ്ട്, മുരിങ്ങയുണ്ട്, ചെറിയ പ്ലാവുണ്ട്, മൂച്ചിയുണ്ട്, കശുവണ്ടിയുണ്ട്, അങ്ങനെ അനവധി സാധനങ്ങളുണ്ട് കേട്ടോ. മുളക്, വെണ്ട,
അടിപൊളി സംഗതിയാണ്, അടിപൊളി അറ്റ്മോസ്ഫിയറാണ് എന്തായാലും ഇവിടെ. വെറുതെ അല്ല ഇവർ ഇങ്ങനെ നല്ല പ്രൈവസിയോട് കൂടിയിട്ട് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അടിപൊളി സ്ഥലം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഉണ്ണിമുകുന്ദൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞത്. ഉള്ളിലേക്ക് അവർ ആരും തന്നെ കടത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം വേറെ നിങ്ങളുടെ പിന്നാലെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതേ ആവശ്യം ഉന്നയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മൾ ഒഴിവാക്കിയത്. എന്തായാലും വീട് പരിസരമൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി വീടാണ്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും. അതേപോലെ നമ്മുടെ ചേച്ചി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. അടിപൊളി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീടും പരിസരവും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പോണ വഴിക്ക് നമ്മളൊരു സുഹൃത്തിനോടും കണ്ടിട്ടുണ്ട്. എന്താ നിൻ്റെ പേര്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. നിൻ്റെ ക്ലാസ്സിലാണ് ആ കുട്ടി പഠിക്കണേ അല്ലേ? അവൾ ഈ ഉണ്ണിമുകുന്ദൻ്റെ ചേച്ചിയുടെ മകളാണെന്ന് എന്നോട് പറഞ്ഞത്. അവിടെ കാർത്തിക എന്നാണ് നമ്മുടെ പേര് അല്ലേ? ആ കുട്ടിയുടെ പേരെന്താ? അക്ഷര. നീ കണ്ടിട്ടുണ്ടോ ഉണ്ണിമുകുന്ദനെ ഇതിന് മുന്നേ? ആളെങ്ങനെ ജാടയൊക്കെ ഉണ്ടോ? പാവാണ് അല്ലേ? എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. മൂപ്പര് ഫ്രണ്ടിലൊരു ഗേറ്റിലൊരു ബെല്ലൊക്കെ ഉണ്ട്. അത് അടിച്ചാൽ പുറത്തേക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ആളില്ലാത്തതുകൊണ്ട് തോന്നുന്നു വരാത്തത് അല്ലേ? നീ പോയിട്ട് ബെല്ലടിച്ച് നോക്കിയിട്ടുണ്ടോ അവിടെ? അപ്പോൾ കണ്ടിട്ടുണ്ടോ? ഒരു അച്ഛൻ വന്നു. മൂപ്പര് നാട്ടിലുള്ള സമയത്ത് ഇത് കൂടെ ഇറങ്ങി നടക്കാറുണ്ടോ? അതെ അല്ലേ? അല്ല ഇവിടെ പുറത്തു കൂടെ ഇറങ്ങി നടക്കാറുണ്ടോ ചോദിക്കാം. ഒരു കാര്യം ചോദിക്കാനാ, എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഓക്കെ ബൈ ബൈ. എന്താ പേര് പറഞ്ഞു? അഭിജയ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ചാനലും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മലയാള സിനിമയുടെ ഈറ്റിലമായിട്ടുള്ള ഒറ്റപ്പാലത്ത് തന്നെയാണ് മലയാളത്തിൻ്റെ അപ്കമിങ് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറൊക്കെ ആവാൻ പോകുന്ന നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്. എന്തായാലും നമുക്ക് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കൂടി ചെയ്താൽ അടിപൊളിയായി.